അതൊന്നും ഇപ്പോഴത്തതല്ല മോനെ. പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് രസമുള്ള സമയന്. നമുക്ക് ഈ ഫോണ്, ടി വി, ഇപ്പോഴത്തെ ടാബ്, ലാപ്പ് ഇതൊന്നും നമ്മളെ ചിന്തകളിൽ പോലും അന്നൊന്നും വരില്ല. നമുക്കെന്താ സ്കൂൾ വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ലാത്തൊരു കളികളില്ല. എന്തൊക്കെ ഒളിച്ച് കളി, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, ഫുട്ബോൾ കളിക്കാൻ പോവുക, മീൻ പിടിക്കാൻ പോവുക, പിന്നെ മറ്റേ ഒരു നൂറ്റാമ്പുകൾ എന്നൊക്കെ പറഞ്ഞൊരു ഗെയിമുണ്ട്. പിന്നെ കുട്ടിപ്പര, ലൈക്ക് ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി കളിക്കുക, പിന്നെ മറ്റേ കോട്ടി കളിക്കുക, മറ്റേ എന്തൊക്കെ എന്താ പറയുക പറഞ്ഞാൽ നമുക്ക് തീരൂല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഗോൾഡൻ ലൈഫായിരുന്നു. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് എത്ര കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കളിക്കുന്നുണ്ട്. ഇവരെന്താ കൂടുതലും ഇപ്പോൾ ഫോണ്, ടാബ്, ലാപ്പ്, ടി വി, ലൈക്ക് ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. എല്ലാവരും അല്ല, ബട്ട് സ്റ്റിൽ മെജോറിറ്റിയും ആ ഒരു ഇതിലേക്ക് മാത്രമായി. നമുക്ക് ഈ ശനി ഞായർ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എന്താ വെള്ളിയാഴ്ച ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. കാരണം നാളെയും മറ്റന്നാളെയും രാവിലെ നേരത്തെ എണീക്കണം. എന്തിനാ? രാവിലെ മുതൽ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടാണെങ്കിലും ലൈക്ക് ടൈം കൂടെ നമ്മൾ അറിയില്ല. അതേപോലെ തന്നെ മാങ്ങക്ക് കല്ലെറിയാൻ പോവുക. പിന്നെ പണ്ട് കുറേ കാർഡ്സിൻ്റെ കളിയൊക്കെ ഉണ്ട്, ലൈക്ക് അറിയില്ലേ, ചെറിയ കാർഡ്സിൻ്റെ കളി. അങ്ങനെ സത്യം പറഞ്ഞാൽ തീരൂല, അത്രയും കുറേ പറയാനുണ്ട്. അത് ഭയങ്കര നഷ്ടം തന്നെ ഇന്നത്തെ കുട്ടികൾക്ക്. എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കവറപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും ലൈക്ക് പുറത്തിറങ്ങിയിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു ടൈമാണ് നമ്മൾ ആ ഒരു ചൈൽഡ്ഹുഡ്, ആ ഒരു ചെറിയ പ്രായം എന്ന് പറയുന്നത്. അതുപോലെ അന്ന് എല്ലാവരും സംസാരിക്കും. ലൈക്ക് അയൽവാസികളാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് പോകുക, അല്ലെങ്കിൽ ആ കുട്ടികൾ ഇങ്ങോട്ട് വരിക, നമ്മളെല്ലാവരും തമ്മിലൊരു ബന്ധം, ഒരു പരിചയം അതൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വലുതായി കഴിഞ്ഞാലും നമ്മളിടയിൽ ആ ഒരു ബന്ധം ഉണ്ടാവും. പക്ഷെ ഇന്ന് അതൊക്കെ ഉണ്ടോ?